കൊല്ലത്ത് തിടമ്പേറ്റി വന്ന ആന റോഡിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ ചവിട്ടിത്താഴെയിട്ടു. ഇരവിപുരം കുട്ടിക്കട തച്ചിലഴികത്ത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കെട്ടുകാഴ്ചയ്ക്കിടെയാണ് ആനയുടെ പരാക്രമം. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തിനാണ് ഇദ്ദേഹത്തെ അവിടെ നിയന്ത്രിക്കാൻ നിർത്തിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, കാരണം പാപ്പാൻ അവിടെയുണ്ട്, ഒരു ഒന്നാം പാപ്പാനുണ്ട്. അയാൾക്ക് വണ്ടിയുടെ നിയന്ത്രണങ്ങളൊക്കെ സാധാരണ ഈ റോട്ടിലൂടെ പോകുമ്പോൾ ഒരു പാപ്പാനൊക്കെ ചുറ്റും നിരീക്ഷിച്ചിട്ടൊക്കെയാണ് ആ താഴെ മൂന്നാം പാപ്പാൻ രണ്ടാം പാപ്പാൻ അങ്ങോട്ട് നിയന്ത്രിച്ചുകൊണ്ടാണ് പോണത്. ചങ്ങലയും പിടിച്ച് നിയന്ത്രിച്ച് അത് ഒറ്റും വണ്ടി ഒന്ന് അപകടകരമാണോ എന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇദ്ദേഹം അവിടെ കിടന്ന് കൈ കാട്ടി വിളിക്കുന്നു രീതി കാണിക്കുമ്പോഴാണ് ആനയ്ക്ക് അത് കലിപ്പായി വന്നത്. ചിലപ്പോൾ നമ്മൾ ഇന്ന് പൂരങ്ങളുടെ സീസണാണ്, ഇപ്പോൾ തുടങ്ങിക്കോണ്, പൂരങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആന എഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ പൂരത്തിനൊക്കെ വരുന്നത് ഭംഗിയും അലങ്കാരമൊക്കെ ആണെങ്കിലും അതിനിരട്ടി അപകടകരമായ ഒന്ന് തന്നെയാണത്, ഈ ആനയെ എഴുന്നള്ളിപ്പിക്കുക എന്നുള്ളത്. കാരണം ഒരുപാട് രീതികൾക്ക് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഒന്ന് വളരെ സൂക്ഷിക്കുക. റോഡിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് നടത്തിക്കൊണ്ട് പോകുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. പ്രത്യേകിച്ച് അത് വാഹനങ്ങൾക്ക് മാത്രമല്ല, ആ പുള്ളിക്ക് എന്തോ ദൈവാധീനം കൊണ്ട് അയാൾ രക്ഷപ്പെട്ട, ശരിക്കും ഒരു ഭാഗ്യമുണ്ട് അയാൾക്ക്. അയാളുടെ ഭാര്യയുടെയോ മക്കളുടെയോ അല്ല കുടുംബക്കാരോ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അതുകൊണ്ട് ഈ ആനയുടെ മുമ്പിൽ കിടന്ന് ചിലപ്പോൾ ഷോ കാണിക്കണമെന്നൊക്കെയൊന്നും അത്ര നല്ല പരിപാടിയൊന്നുമല്ല. കാരണം അതിന് പാപ്പാൻ വരെ ഒരു കൺട്രോളാണ്, പാപ്പാനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പുള്ളിയാണെങ്കിൽ ഒരു പരിചയവും ഇല്ലാണ്ട് എന്തോ ഒരു രീതിക്ക് എങ്ങാണ്ട് വണ്ടി പിടിക്കാനോ ഒരു ഷോ കാണിക്കുന്ന പോലെ കാണിച്ചാണ്. അത് ആനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. അതിനൊക്കെ നിയന്ത്രിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ആനയെ കാണുമ്പോൾ നമുക്ക് കൗതുകമൊക്കെ തോന്നും, അതൊക്കെ തോന്നും. പക്ഷേ ഒന്ന് വളരെ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒരു പരിധി കൂടുതൽ അതിനോടൊന്നും അടുക്കാൻ പോകാതിരിക്കുക.